കെ.സി. രാജഗോപാൽ എം.എൽ.എയുടെ പ്രസ്താവന ഇന്ന് മാധ്യമങ്ങളിൽ വായിച്ചു. ഇന്നലെ ടെലിവിഷൻ മാധ്യമങ്ങളിലെല്ലാം പ്രസ്താവന ഉണ്ടായിരുന്നു. കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരായിട്ടാണ് പരാതി. പക്ഷേ ജില്ലാ കമ്മിറ്റിയുടെ മുമ്പാകെ ഒരു പരാതിയും ഇതുവരെ വന്നിട്ടില്ല. ജില്ലാ കമ്മിറ്റി വരുന്ന ദിവസം ചേരുന്നുണ്ട്. ആ ജില്ലാ കമ്മിറ്റിയിൽ ഇക്കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കും. പരാതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഗൗരവത്തിലും, ഇനി പരാതി കിട്ടിയില്ലെങ്കിലും നമ്മളത് തീർച്ചയായിട്ടും പരിശോധിക്കുന്നതാണ്. അത്തരത്തിലൊരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അഥവാ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പ്രസ്താവനയാണ്. പക്ഷേ ഒരു കാര്യം തീർത്ത് ഞാൻ പറയാം, ഏത് പരാതി ഉണ്ടെങ്കിലും അത് പാർട്ടി ഫോറത്തിലാണ് അത് തരേണ്ടത്. പാർട്ടി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണെങ്കിലും പാർട്ടി പ്രവർത്തനം സംബന്ധിച്ചാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അത് പാർട്ടിക്കുള്ളിലാണ്, പാർട്ടിക്കാണ് പരാതി തരേണ്ടത്. അത് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പാർട്ടി പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി ബ്രാഞ്ചിലുള്ളവരാണെങ്കിലും ഏരിയ കമ്മിറ്റിക്കാരാണെങ്കിലും ജില്ലാ കമ്മിറ്റിക്കാരാണെങ്കിലും ഏത് ഘടകത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ഘടകത്തിലോ തൊട്ടുപരി ഘടകത്തിലോ അവർക്ക് പരാതി നൽകാവുന്നതാണ്. ഇത് വളരെ ക്ലിയറായ, ഇത് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്താണ് പ്രത്യേകമായി സംഭവിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കും. അത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് ഇത്തരം ഈ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ പരിശോധിക്കാൻ പോണത്. ശബരിമല സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് വാർഡ് BJPയുടെ പക്കൽ നിന്ന് ഇപ്പോൾ LDF അത് പിടിച്ചെടുത്തു. ഒരു വോട്ടിനാണെങ്കിലും നറുക്കെടുപ്പിലാണെന്നുണ്ടെങ്കിലും വിജയം തന്നെയാണ്. അതിനെ നമുക്ക് ചെറുതായിട്ട് നമ്മൾ കാണില്ല. കേരളത്തിൽ ധാരാളം സീറ്റുകളിൽ നറുക്കെടുപ്പ് നടന്നിട്ടുണ്ട്. ആ നറുക്കെടുത്ത ആളുകൾ ചെറുതാണെന്നും ചെറിയ ജനപ്രതിനിധികളാണെന്നും നറുക്കെടുക്കാതെ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആൾ വലിയ ജനപ്രതിനിധിയാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് നിയമാനുസരണം ഉള്ള ഒരു നറുക്കെടുപ്പാണ് വാർഡ് നടന്നത്. ശബരിമല വാർഡ് LDF പിടിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് LDF തിളക്കമാർന്ന വിജയമാണ് നേടിയിട്ടുള്ളത്. നമ്മുടെ അയ്യപ്പ ഭഗവാന്റെ പിതൃസ്ഥാനീയം എന്ന് അറിയപ്പെടുന്ന പന്തളത്താണല്ലോ പലതിൻ്റെയും പുറപ്പാട് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ പന്തളം മുനിസിപ്പാലിറ്റി BJPയുടെ പക്കൽ നിന്ന് വളരെ അഭിമാനപൂർവ്വമായിട്ടാണ് LDF ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള കുളനട അനേക വർഷക്കാലത്തിന് ശേഷം LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. LDF ഭരിച്ചുകൊണ്ടിരുന്ന ചെറുകോൽ, നേരത്തെ അത് കോൺഗ്രസ് ആയിരുന്നു, പിന്നെ BJP ആയി. ആ BJP ഭരിച്ചുകൊണ്ടിരുന്ന ആ ചെറുകോൽ പഞ്ചായത്ത് ഇപ്പോൾ LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. BJPയുടെ അഭിമാനമായിരുന്നു കവിയൂർ. ആ കവിയൂരിൽ ഇപ്പം തുല്യം എന്ന നിലയിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ശബരിമല ഒരു വിഷയമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും BJPയുടെ പക്കൽ നിന്നും ഇത്രയും പഞ്ചായത്തുകൾ LDFന് പിടിച്ചെടുക്കാൻ ഒരു കാരണവശാലും കഴിയില്ലായിരുന്നു. മന്ത്രിമാർ ജില്ലകളിലേക്ക് വരുന്ന കാര്യം ഞങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. കാരണം രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ CPM നിർബന്ധമായിട്ടും മാസത്തിൽ 2 തവണ നടത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി ഞങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. പല കാരണങ്ങളെല്ലാം അത് മുടങ്ങിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മന്ത്രിമാർ ജനങ്ങളിലേക്ക് വരുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. നേരത്തെയും മന്ത്രിമാർ പ്രധാനമായും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് മന്ത്രിമാർ സാധാരണഗതിയിൽ വരാറുള്ളത്. അവർ നേരത്തെയും വന്നിട്ടുണ്ട്, ഇനിയും അവർ വരട്ടെ. അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഭൂരിപക്ഷം എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളതും, എഴുവേലി പഞ്ചായത്ത് സ്ഥിരമായി CPM അല്ല LDF വിജയിക്കുന്ന പഞ്ചായത്താണ്. അവിടെ എങ്ങനെയാണ് ഭരണം നഷ്ടപ്പെട്ടതെന്നുള്ളതും ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കും. ഒരു സംശയമൊക്കെ ഞങ്ങളുടെ ഈ വിഷയം സംബന്ധിച്ച് നമ്മുടെ പാർട്ടി കമ്മിറ്റി നടത്തുന്ന
ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് അവിടെ എന്താണ് ഇനി തുടർ നടപടി വേണ്ടത് എന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു അച്ചടക്ക ലംഘന പ്രശ്നമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വിശദീകരണം ചോദിക്കും. ഇല്ല, മെഴുവേലിയിൽ നമ്മൾ സംഘടനാപരമായി അത്തരമൊരു വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള കാരണങ്ങളോ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. പെട്ടെന്നുള്ള ഒരു വിഷയമായിട്ടാണ് ഇപ്പം മെഴുവേലിയിലെ വിഷയങ്ങൾ വന്നിരിക്കുന്നത്. കോൺഗ്രസുമായിട്ടും ബി ജെ പിയുമായിട്ടും നമുക്ക് തെരഞ്ഞെടുപ്പ് സഖ്യമോ ധാരണയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ തുല്യം നിൽക്കുന്ന പഞ്ചായത്തുകളിൽ ബി ജെ പിയുടേതാണെങ്കിലും കോൺഗ്രസിൻ്റേതാണെങ്കിലും അവിടെ LDF പിന്തുണയ്ക്കുന്ന ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ഒരു കാര്യം കൂടി, അതായത് നമ്മുടെ പാർലമെന്റിന് മുന്നേ അടക്കം പോയി കേരളത്തിലെ എംപിമാർ പാട്ട് പാടിയായിരുന്നു, പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞിട്ട്. അതിനെതിരെ ഇപ്പോൾ തിരുവാഭരണ സംരക്ഷണ പാത പരാതി കൊടുത്തു BJPക്ക്. അത് അയ്യപ്പനെ അവമാനിക്കുന്നതാണ്, കുട്ടിക്കാനത്തെ വികലമാക്കിയത്. എന്താണ്? സാധാരണഗതിയിൽ ശബരിമല ഒരു സമരഭൂമി ആക്കാറില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ശബരിമല നേരത്തെ ഒരു സമരഭൂമിയാക്കി മാറ്റിയത്. അപ്പോൾ ശബരിമല തെരഞ്ഞെടുപ്പിന് ശരണമന്ത്രമാണ്, അയ്യപ്പനെ പറ്റിയുള്ളൊരു ശരണമന്ത്രമാണ് സ്വാമി അയ്യപ്പോ എന്നുള്ള ഒരു ഭക്തിഗാനം. ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ തിരുവാഭരണ സംരക്ഷണ സമിതിയോ തിരുവാഭരണ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംഘടനകളോ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഏത് മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരഡികൾ പാടില്ല. അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ ഇതിനെ തുടർന്ന് വേറൊരു പാരഡി വേറൊരാൾ ഇറക്കിയാലോ? നേരത്തെ നമുക്കറിയാം ചില അവർ ആരാധിക്കുന്ന ദൈവങ്ങളെ സംബന്ധിച്ച് കാർട്ടൂൺ വരച്ച സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള പല വിവാദങ്ങളും മതപരമായി വന്നിട്ടുള്ളൊരു നാടാണ്. നമ്മുടെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമലയിലെ അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു പാരഡിയോ ഒരു കാരണവശാലും ഇറക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഏതറ്റം വരെയും കോൺഗ്രസും UDFും പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഉദാഹരണം.